ആദിയിൽ ഈ ഭൂമി ശൂന്യമായിരുന്നു. വെറും ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിലുണ്ടായിരുന്ന വെള്ളത്തിനു മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വായിലെ വാക്കുകൊണ്ട് ദൈവം ശൂന്യമായി കിടന്ന ഭൂമിയെ അസാധാരണമായ ഒരു കാര്യമാക്കി മാറ്റി. ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന്. മാജിക് ഒക്കെ സംഭവിക്കുന്നത് പോലെ പെട്ടെന്ന് വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതാണ് എന്ന് ദൈവം കണ്ടു. ഇരുട്ടിനെയും വെളിച്ചത്തെയും വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രി എന്നും പേരിട്ടു. വൈകുന്നേരം കഴിഞ്ഞു, രാവിലെയായി. അങ്ങനെ ആദ്യ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് ദൈവം വെള്ളം തമ്മിൽ വേർതിരിച്ചു. ദൈവം വെള്ളത്തെ രണ്ടായിട്ട് തരംതിരിച്ചു. താഴെയും മുകളിലുമായിട്ടും അതിനെ വിഭജിച്ചു. മുകളിലുള്ള വെള്ളത്തിന് ദൈവം ആകാശം എന്ന് പേരിട്ടു. വൈകുന്നേരം കഴിഞ്ഞു, പ്രഭാതമായി. അങ്ങനെ രണ്ടാം ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം ആകാശത്തിന്റെ കീഴിലുള്ള വെള്ളമെല്ലാം ഒരൊറ്റ സ്ഥലത്ത് ഒത്തുചേരട്ടെ എന്നും ഉണങ്ങിയ നിലം പ്രത്യക്ഷപ്പെടട്ടെ എന്നും ദൈവം പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവം വരണ്ട നിലത്തെ കര എന്നും കൂടിച്ചേർന്ന വെള്ളത്തെ സമുദ്രം എന്നും വിളിച്ചു. ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ട് ദൈവത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നും പറഞ്ഞ് ദൈവം അവിടം കൊണ്ട് നിർത്തിയില്ല. അതിൽ കുറച്ചുകൂടെ അഴക് ചേർക്കാനായിട്ട് ദൈവം ഭൂമിയിൽ സസ്യജാലങ്ങൾ മുളയ്ക്കട്ടെ, ഭൂമിയിൽ നിന്ന് വിത്തുള്ള സസ്യങ്ങളും അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ പാഴായി കിടന്ന ഭൂമിയിൽ നിന്ന് സസ്യജാലങ്ങൾ മുളയ്ക്കാൻ തുടങ്ങി. വിത്തുൽപാദിപ്പിക്കുന്ന സസ്യങ്ങളും അതത് തരം വിത്തുൽപാദിപ്പിക്കുന്ന വൃക്ഷങ്ങളും മുളയ്ക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ദൈവം ഭൂമിയെ നോക്കി. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം കഴിഞ്ഞു, ശേഷം പ്രഭാതമായി. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് ദൈവം പറഞ്ഞു, ആകാശത്ത് വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അത് പകലിനെയും രാത്രിയെയും വേർതിരിക്കട്ടെ എന്ന്. അത് കാലങ്ങളെയും ദിവസങ്ങളെയും വർഷങ്ങളെയും മനസ്സിലാക്കാനായിട്ട് അടയാളങ്ങളായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വെളിച്ചങ്ങൾ അസാധാരണമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ പ്രധാനമായിട്ട് 2 വലിയ വെളിച്ചങ്ങളുണ്ടായിരുന്നു. കണ്ണിനെ പോലും കുരുടാക്കുന്ന രീതിയിൽ വെളിച്ചമുള്ള നല്ല വലിപ്പമുള്ള സൂര്യൻ പകലിനെ വാണു. അധികം വെളിച്ചമില്ലാത്ത ചന്ദ്രൻ രാത്രിയെ വാണു. ആകാശത്ത് ചിതറിക്കിടക്കുന്ന ചെറിയ രത്നങ്ങൾ പോലെ നക്ഷത്രങ്ങളും ഭൂമിയെ പ്രകാശിപ്പിച്ചു. ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചതുകൊണ്ട് സംതൃപ്തനായിരുന്നു. വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും ഐക്യം കണ്ട് സന്തോഷിച്ചു. പക്ഷേ സൃഷ്ടി അവിടെ കൊണ്ട് പൂർത്തിയായിട്ടില്ല. 5-ാമത്തെ ദിവസം ദൈവം പറഞ്ഞു, ജലത്തിൽ ജീവജന്തുക്കൾ ഉണ്ടാകട്ടെ, പക്ഷികൾ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പറക്കട്ടെ എന്ന്. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാ ആകൃതിയിലും വലിപ്പത്തിലുള്ള സമുദ്രജീവികൾ കൊണ്ട് ജലം നിറഞ്ഞു. നല്ല കളറുള്ള മീനുകൾ ഒരേപോലെ നീന്താനായിട്ട് തുടങ്ങി. വലിയ വലിയ കടൽ ജീവികൾ ആഴത്തിൽ ഉരുവാകാൻ തുടങ്ങി. ആകാശത്ത് പക്ഷികൾ പറന്നുയരാനും തുടങ്ങി. ദൈവം ഇതെല്ലാം കണ്ട് സംതൃപ്തനായതുകൊണ്ട് സമുദ്രത്തിൽ പെറ്റുപെരുകുക എന്നും പക്ഷികൾ ഭൂമിയിലുടനീളം പെരുകട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. സന്ധ്യ കഴിഞ്ഞു, രാവിലെയായി. 5-ാമത്തെ ദിവസം കഴിഞ്ഞു. ഭൂമിയിൽ അതത് തരം ജീവികൾ ഉണ്ടാകട്ടെ, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, വന്യമൃഗങ്ങൾ എന്നിവ അതിന്റെ വർഗമനുസരിച്ച് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കണ്ണടച്ചു തുറക്കും മുന്നേ ഈ ഭൂമി ജീവൻ കൊണ്ട് നിറഞ്ഞ ഒരു പർദീസയായി മാറി. മൃഗങ്ങളുടെ കൂട്ടങ്ങൾ പുല്ല് തിന്നു. കാട്ടിൽ മൃഗങ്ങൾ അലറുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. എല്ലാത്തരം ഇഴജന്തുക്കളും പുതിയ ഭൂമിയിൽ ഇഴയുന്ന സമയത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ അടയാളങ്ങൾ ഭൂമിയിൽ പതിഞ്ഞു. ഇതെല്ലാം കണ്ട് ദൈവത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സൃഷ്ടി ഇതുവരെ വന്നില്ല. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്തു. നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന്. അങ്ങനെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറച്ച് അതിനെ കീഴടക്കുക, കടലിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവജന്തുക്കളെയും ഭരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം അവന് അസാധാരണമായൊരു സമ്മാനം കൂടെ കൊടുത്തു. എല്ലാ സൃഷ്ടികളുടെയും മേലുള്ള ആധിപത്യവും ദൈവം സൃഷ്ടിച്ച എല്ലാ അത്ഭുതങ്ങളെയും ഭരിക്കാനും പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വവും. ദൈവത്തിന് നന്നായിട്ട് അറിയായിരുന്നു തൻ്റെ സൃഷ്ടികൾക്ക് ഭക്ഷണം എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഉദാരമായ ഒരു ആംഗ്യത്തോടെ ദൈവം പറഞ്ഞു, ഇതാ ഭൂമിയിൽ വളരുന്ന എല്ലാ വിത്തുകളും അതിൽ വിത്തുകളുള്ള ഫലം കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങൾക്കുള്ളതാണ്. ഭൂമിയിലെ എല്ലാ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പക്ഷികൾക്കും നിലത്തിഴയുന്ന എല്ലാ ജീവികൾക്കും ഞാൻ പച്ചസസ്യങ്ങൾ ഭക്ഷണമായി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. ഏറ്റവും അവസാനം ഈ സൃഷ്ടിയെല്ലാം ദൈവം കണ്ടപ്പോൾ ദൈവത്തിന് ഭയങ്കരമായിട്ട് സംതൃപ്തി തോന്നി. ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും തെളിവാണ് ഈ സൃഷ്ടി. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. 6-ാമത്തെ ദിവസം കഴിഞ്ഞു. ദൈവം ഈ സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം നോക്കി, എല്ലാം വളരെ നല്ലതാണ്. അങ്ങനെ ഭൂമിയുടെ സൃഷ്ടി പൂർത്തിയായി. 7-ാമത്തെ ദിവസം ഒന്നും ചെയ്തില്ല. 6 ദിവസം കൊണ്ട് തന്നെ ഭൂമിയിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് സൃഷ്ടി പൂർത്തിയാക്കി. ദൈവം 7-ാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നത് കൊണ്ട് അതിനെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു.
ഇങ്ങനെയാണ് ആകാശവും ഭൂമിയിലെ സകല കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. ഭൂമിയിൽ അതുവരെ ഒരു കുറ്റിച്ചെടി പോലും ഇല്ലായിരുന്നു. ഒരു സസ്യവും അതുവരെ മുളച്ചിട്ടില്ലായിരുന്നു. കാരണം കർത്താവായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. ഭൂമിയിൽ ജോലി ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കർത്താവായ ദൈവം മണ്ണിൽ നിന്നൊരു മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. അവൻ്റെ കണ്ണ് ആദ്യമായിട്ട് തുറന്ന സമയത്ത് ചുറ്റുമുള്ള അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് അവൻ അമ്പരന്നുപോയി. മനുഷ്യനോട് ദൈവത്തിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലം അവന് വേണ്ടി ഒരുക്കുമെന്ന് ദൈവം തീരുമാനിച്ചു. അങ്ങനെ ഏദൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു തോട്ടം ഉണ്ടാക്കി. അത് കണ്ണിന് ഇൻപമുള്ളതും, അതായത് കാണാൻ അത്രയ്ക്കും ഭംഗിയുള്ളതായിരുന്നു. കഴിക്കാനായിട്ട് നല്ല ഫലങ്ങളുള്ള എല്ലാത്തരം മരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. തോട്ടത്തിന്റെ നടുക്ക് ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ഏദൻ തോട്ടം കണ്ണുകൾക്ക് ഒരു വിരുന്ന് മാത്രമല്ല, ജീവിക്കാനായിട്ട് നല്ല ബെസ്റ്റ് സ്ഥലമായിരുന്നു. കഴിക്കാനായിട്ട് എല്ലാത്തരം നല്ല ഫലങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സ്ഫടിക നദി, അതായത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നദി ഒഴുകി തോട്ടത്തെ മുഴുവൻ നനച്ചു. ആ നദി തന്നെ 4ആയിട്ട് പിരിഞ്ഞ് ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്കും ഒഴുകുന്നുണ്ടായിരുന്നു. ആദ്യത്തെ നദിയുടെ പേര് പീഷോൻ എന്നാണ്. അത് ഹവീല ദേശം മുഴുവൻ ചുറ്റി ഒഴുകി. അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നു. ആ ദേശത്തെ തങ്കം നല്ല പ്രത്യേകതകളുള്ളതാണ്. ഗുൽഗുലുവും ഗോമേതകവും അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ നദിയുടെ പേര് ഗീഹോൻ എന്നാണ്. അത് കൂഷ് ദേശം വഴി ഒഴുകി. മൂന്നാമത്തെ നദി അശൂരിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ടൈഗ്രിസ് ആയിരുന്നു. നാലാമത്തെ നദിയുടെ പേര് യൂഫ്രട്ടീസ് എന്നാണ്. ഇത്രയും അത്ഭുതമായ ഒരു തോട്ടത്തിൽ കർത്താവായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെ തോട്ടം പരിപാലിക്കാനും അതിൽ ജോലി ചെയ്യാനും നിയോഗിച്ചു. ദൈവം മനുഷ്യനോട് ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും നിനക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നന്മ തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷത്തിൽ നിന്ന് നീ കഴിക്കാൻ പാടില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നീ മരിക്കുമെന്ന് പറഞ്ഞു. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഏക കൽപ്പന അത് മാത്രമായിരുന്നു. പിന്നെ ദൈവം താൻ സൃഷ്ടിച്ച എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യൻ എന്ത് പേരിടും എന്ന് കാണാനായിട്ട് അതിനെ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ മനുഷ്യൻ ഓരോ മൃഗങ്ങൾക്കും ഓരോ പേര് കൊടുത്തു. ആന, കഴുകൻ, പുലി, ജിറാഫ്, സിംഹം, കരടി. എല്ലാത്തരം വളർത്തു മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പക്ഷികൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും അവൻ പേരിട്ടു. ഈ സൃഷ്ടികൾക്കെല്ലാം നല്ല മനോഹരമായ സൗന്ദര്യവും വൈവിധ്യവും എല്ലാം ഉണ്ടായിരുന്നിട്ടും മനുഷ്യൻ അപൂർണനാണ് എന്ന് ദൈവത്തിന് തോന്നി. ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്തിൽ മനുഷ്യന്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവന് അനുയോജ്യമായൊരു പങ്കാളിയെ കൊടുക്കാം എന്ന്. അതിനുശേഷം ദൈവം മനുഷ്യന് നല്ല ഗാഢനിദ്ര കൊടുത്തു. അവൻ നന്നായിട്ട് ഉറങ്ങിയതിനു ശേഷം അവൻ്റെ വാരിയലല്ല, അവൻ്റെ ഒരു സൈഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവൻ്റെ ഒരു വശം മുഴുവൻ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. ഒരു സൈഡ് മുഴുവൻ ഉപയോഗിച്ചാണ് ഒരു സ്ത്രീയെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞതിൽ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലിടാം. അത് കണ്ടു കഴിയുമ്പോൾ സംശയം മാറും. അതിനുശേഷം മനുഷ്യൻ ഉണർന്നു. ദൈവം സ്ത്രീയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി. അവൻ ഉറക്കത്തിലായിരുന്നുവെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് അവനിൽ ചെയ്തത് എന്നെല്ലാം ദൈവം അവനോട് പറഞ്ഞു. വികാരഭരിതനായ മനുഷ്യൻ പറഞ്ഞു, ഇതെൻ്റെ അസ്ഥികളുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമാണ്. നരനിൽ നിന്ന് നീ ഉരുവാകിയിരിക്കുന്നത് കൊണ്ട് നീ ഇനി നാരിയാണ് എന്ന് പറഞ്ഞു. അവൾ എല്ലാ മനുഷ്യർക്കും അമ്മയായതുകൊണ്ട് അവൻ അവൾക്ക് ഹവ്വ എന്ന് പേരിട്ടു. ആ നിമിഷം മുതൽ തന്നെ ഒരു പുരുഷൻ തൻ്റെ പിതാവിനെയും അമ്മയെയും ഉപേക്ഷിച്ച് ഭാര്യയുമായി ചേരുമെന്ന് നിയമിച്ചു. അതിനുശേഷം ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ ജീവൻ നിറഞ്ഞ സമൃദ്ധമായ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യ ചരിത്രം ആരംഭിച്ചു. നിഷ്കളങ്കതയും വിശുദ്ധിയും നിറഞ്ഞ ആ സമയത്ത് പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു. പക്ഷേ അത് അവർക്ക് നാണക്കേടായി തോന്നിയില്ല. ആ കണ്ണുകൾ ദൈവത്തിൻ്റെ തേജസ്സിനെയാണ് കണ്ടത്, നഗ്നതയെ അല്ല. ആദമും ഹവ്വയും ആ മഹത്വമുള്ള ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. അവർ നല്ല പുഞ്ചിരിയോടെ ഏദൻ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെന്ന് അതിനെ എക്സ്പ്ലോർ ചെയ്തു. അവർ ഓരോ പുതിയ സൃഷ്ടിയും രുചികരമായ പലതരം ഫലങ്ങളെയും കണ്ട് അത്ഭുതപ്പെട്ടു. ദൈവം അത്രത്തോളം സമൃദ്ധമായ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ആ തോട്ടത്തെ നിറച്ചിരുന്നു. എന്നാൽ ആ തോട്ടത്തിൽ ഒരു തന്ത്രശാലിയായ രൂപം ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ പലതും ചിന്തിച്ച് എന്ന മുഖത്ത് പുഞ്ചിരിയോടെ ആ സർപ്പം ഹവ്വയുടെ അടുത്തേക്ക് പോയി സംസാരിച്ചു. തോട്ടത്തിലുള്ള ഏതോ ഒരു മരത്തിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞത് സത്യമാണോ? അത് ചുമ്മാ പറഞ്ഞായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സിൽ സംശയമുണ്ടാക്കി. ഹവ്വ ആദ്യം ഒന്ന് മടിച്ചു. പക്ഷേ അതിനുശേഷം നിഷ്കളങ്കമായിട്ട് മറുപടി പറഞ്ഞു, നന്മ തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷം ഒഴികെ ബാക്കി എല്ലാ ഫലങ്ങളും കഴിക്കാനുള്ള അനുവാദം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ ഞങ്ങൾ അന്ന് തന്നെ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സർപ്പം പറഞ്ഞു, അത് ചുമ്മാ വെറുതെ പറഞ്ഞതാണ്.
അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മ എന്താണ്, തിന്മ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കും ദൈവത്തെപ്പോലെയാകാൻ കഴിയും എന്ന് മോഹവാക്കുകളെല്ലാം പറഞ്ഞ് അവളുടെ മനസ്സിൽ സംശയം വിതറി. ആ ഫലമൊന്ന് കഴിച്ചു നോക്കിയാലോ, അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നൊക്കെ അവൾ ചിന്തിക്കാൻ തുടങ്ങി. നല്ല ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് കൈ നീട്ടി ആ ഫലം എടുത്ത് കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ആ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനും കൊടുത്തു. അവനും അത് കഴിച്ചു. രണ്ടുപേരും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ നഗ്ന കണ്ണുകൾ തുറന്നു. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് മറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നു. അവർ നഗ്നരാണ്. നഗ്നത ഒരു വലിയ കാര്യമേ അല്ല എന്നുണ്ടായിരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ അവർക്ക് നാണക്കേട് തോന്നി. ഈ ബോധ്യം പെട്ടെന്നുണ്ടായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവർ നാണക്കേട് മറയ്ക്കാനായിട്ട് അത്തിയില കൂട്ടി തുന്നി ഒരു ഡ്രസ്സ് ഉണ്ടാക്കി. എന്നിട്ട് തോട്ടത്തിലെ നല്ല ഇലയുള്ള ചെടികൾക്കിടയിൽ പോയി ഒളിച്ചു. അന്ന് വൈകിട്ടായപ്പോൾ പുരുഷനും സ്ത്രീയും കർത്താവായ ദൈവം തോട്ടത്തിൽ നടക്കുന്നത് കേട്ടു. അവർ ആ ചെടികൾക്കിടയിൽ തന്നെ ഒളിച്ചിരുന്നു. അവർ പൊതുവെ ഉണ്ടാകാറുള്ള സ്ഥലത്ത് കാണാത്തതുകൊണ്ട് ആദമേ, നീ എവിടെയാണ് എന്ന് ദൈവം അന്വേഷിച്ചു. ആദം മറുപടി പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ നഗ്നനായതുകൊണ്ട് നാണക്കേട് കാരണം ഇവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ നഗ്നനാണെന്ന് ആരാടാ നിന്നോട് പറഞ്ഞത്? കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ ആ ഫലം നീ കഴിച്ചോ എന്ന് ദൈവം ചോദിച്ചു. എനിക്ക് കൂട്ടിനു വേണ്ടി തന്ന സ്ത്രീ ആ ഫലം കൊണ്ടുവന്നു, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ ദൈവം സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് അങ്ങനെ ചെയ്തത് എന്ന്. അവൾ മറുപടി പറഞ്ഞു, സത്യത്തിൽ സർപ്പം എന്നെ ചതിച്ചതാണ്, അങ്ങനെ ഞാൻ തിന്നുപോയി എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ദൈവം, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പാമ്പിനോട് ചോദിച്ചില്ല. കർക്കശമായ ശബ്ദത്തിൽ പറഞ്ഞു, നീ ഇങ്ങനെ മനുഷ്യരെ ചതിച്ചതുകൊണ്ട് എല്ലാ മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കും. നീ ഇനി നിന്റെ വയറുകൊണ്ട് അഴഞ്ഞു നടക്കും. ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന് കൽപ്പിച്ചു. അതിനുശേഷം ദൈവം സ്ത്രീയോട് പറയാൻ തുടങ്ങി, തലമുറ തലമുറയായിട്ട് ഇന്നും എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. നിനക്ക് പ്രസവ വേദന ഞാൻ വർദ്ധിപ്പിക്കും. നീ ഭയങ്കര വേദനയോട് കൂടെ കുട്ടികളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം മൊത്തം നിന്റെ ഭർത്താവിനോടായിരിക്കും. അവൻ നിന്നെ ഭരിക്കും. ഏറ്റവും അവസാനം ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയെ പറയുന്നത് കേട്ട് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ ആ ഫലം നീ കഴിച്ചതുകൊണ്ട് ഭൂമി നീ കാരണം ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉപജീവനം കഴിക്കും. ഭൂമി നിനക്ക് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കും. നീ വയലിലെ ചെടികൾ തിന്നും. നിന്നെ ഉരുവാക്കിയ ഈ മണ്ണിലേക്ക് നീ മടങ്ങുന്നതുവരെ നിന്റെ നെറ്റിയിലെ വിയർപ്പൊഴുക്കിയാൽ മാത്രമേ നിനക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. നീ പൊടിയാണല്ലോ, നീ പൊടിയിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് പറഞ്ഞു. അതിനുശേഷം കർത്താവായ ദൈവം പുരുഷനും സ്ത്രീക്കും വേണ്ടി മൃഗത്തോലുകൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, മനുഷ്യൻ നന്മത്തിന്മകളെ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു എന്ന്. മനസ്സില്ല മനസ്സോടെ തൻ്റെ സൃഷ്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം പുരുഷനെയും സ്ത്രീയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. സൗന്ദര്യത്തിൻ്റെ അങ്ങേയറ്റമായിരുന്ന ആ തോട്ടം, അവിടെ അവർക്ക് അധ്വാനിക്കേണ്ടായിരുന്നു. ദൈവം എല്ലാം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നല്ല സന്തോഷത്തോടെയായിരുന്നു അവിടെ. എന്നാൽ അവസാനം അവർ പുറത്തായി. അവർ നടന്നു നീങ്ങിയപ്പോൾ ഏദൻ തോട്ടം അവരുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഏദന് പുറത്തുള്ള ആദ്യത്തെ സൂര്യാസ്തമയം അവർ അന്ന് കണ്ടു. അത്ഭുതങ്ങളും ദുരന്തങ്ങളും നിറഞ്ഞ പോരാട്ടത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പ്രത്യാശയുടെയും ഒരു ചരിത്രം തുടക്കം കുറിച്ചു. ഏദന് പുറത്ത് ഒരു വരണ്ട സമതലങ്ങളിൽ അവർ താമസിച്ചു. അവിടെ വെച്ചവർക്ക് 2 പുത്രന്മാർ ജനിച്ചു. കയീൻ എന്ന ആദ്യ മകൻ ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ താഴെ നിലത്ത് പണിയെടുക്കുന്നവനായിരുന്നു. അവൻ്റെ ഇളയ സഹോദരനായ ഹാബേൽ ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു. കയീൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സമാധാനം ഹാബേലിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഒരു ദിവസം കായീൻ ഹാബേലിൻ്റെ അടുത്ത് ചോദിച്ചു, ദൈവം നീ കൊടുത്ത യാഗത്തിൽ മാത്രം പ്രസാദിക്കുന്നതിൻ്റെ കാരണം എന്താ? എനിക്കില്ലാത്ത എന്ത് കാര്യമാണ് നിനക്കുള്ളത് എന്ന് ചോദിച്ചു. ഹാബേൽ ശാന്തമായിട്ട് പറഞ്ഞു, അത് ഹൃദയമാണ് സഹോദര, ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത് എന്ന്. കായീൻ്റെ മനസ്സിൽ ഹാബേലിൻ്റെ വാക്കുകൾ വല്ലാതെ വേദനയുണ്ടാക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അസൂയയും ദേഷ്യവും ഒട്ടും കുറഞ്ഞില്ലായിരുന്നു. കായീൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. നാളെ എൻ്റെ കൂടെ വയലിലേക്ക് വരണേ എന്ന് കായീൻ ഹാബേലിനോട് പറഞ്ഞു. വെളുപ്പിന് തന്നെ കായീൻ പറഞ്ഞതുപോലെ ഹാബേൽ വയലിലെത്തി. അവിടെ വെച്ച് കായീൻ ഹാബേലിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ദൈവം നിന്നെ മാത്രം അനുകൂലിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കായീൻ ചോദിച്ചു. അത് നമ്മുടെ വിശ്വാസമാണ് ചേട്ടാ. ദൈവത്തിന് ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്താൽ മതിയെന്ന് കായീൻ്റെ പ്ലാൻ അറിയാത്ത ഹാബേൽ മറുപടി പറഞ്ഞു. പെട്ടെന്ന് കയ്യിൽ കിട്ടിയ കല്ലുകൊണ്ട് കായീൻ ഹാബേലിൻ്റെ തലയ്ക്ക് ഭയങ്കരമായിട്ട് അടിച്ചു. അടിയേറ്റ ഹാബേൽ നിലത്ത് വീണു. ചേട്ടനാണോ ഇത് ചെയ്യുന്നത് എന്ന് കണ്ട് ഞെട്ടിപ്പോയി. എൻ്റെ ചേട്ടാ എന്ന് ഹാബേൽ ഞെട്ടലോടെ വിളിച്ചു. അതിനുശേഷം അവൻ്റെ ശബ്ദം എന്നേക്കുമായി നിശബ്ദമായി. ഒരു കാലത്ത് ജീവന്റെ വേദിയായിരുന്ന ഈ ഭൂമി ഇപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കൊലപാതകത്തിന്റെ ആദ്യ സാക്ഷിയായി മാറി. ഹാബേലിന്റെ രക്തം ഭൂമിയെ നനച്ചു.
എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കായിന് ബോധം വന്നത്. അവന്റെ കൈ മുഴുവൻ ഹാബേലിന്റെ രക്തമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ദൈവം കായിനോട് ചോദിച്ചു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന്. കായിൻ മറുപടി പറഞ്ഞു, എനിക്കറിയില്ല. അവൻ പോകുന്നിടത്തൊക്കെ എനിക്ക് പുറകെ ചെന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പേടിയും കുറ്റബോധവും കാരണം അവന്റെ ശബ്ദം ഇടയ്ക്ക് ഇടറി. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ സഹോദരന്റെ രക്തം സ്വീകരിച്ച ഈ ദേശത്ത് നിന്ന് നീ പുറത്താക്കപ്പെടും എന്ന്. അസൂയയും വെറുപ്പും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ കൈൻ ഹാബേൽ ദുരന്തം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പക്ഷേ ഭൂമി ദുഷിക്കാൻ തുടങ്ങി. മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ വർദ്ധിക്കാൻ തുടങ്ങി. ദൈവം വളരെ വേദനയോടെ ഭൂമിയിലേക്ക് നോക്കി മനുഷ്യർ ചെയ്യുന്ന എല്ലാ ദുഷ്ടതയും കണ്ടു. എന്നാൽ പിന്നെ ഈ ഭൂമി അങ്ങ് നശിപ്പിച്ചേക്കാമെന്ന് ദൈവം തീരുമാനിച്ചു. പക്ഷേ ആ ദുഷിച്ച സമയത്ത് പോലും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് നോഹ. 600 വയസ്സായല്ലോ, ഇനി അധികം കാലമില്ല, മരിക്കാറായി എന്നൊക്കെ അവൻ വിചാരിച്ചു. ആകാശത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാർ പോലും ദുഷിച്ചവരായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ദൈവം സംസാരിച്ചു, നോഹ, ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ നീ ഒരു കാര്യം ചെയ്യ്, ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം റെഡിയാക്കണം. പെട്ടകത്തിൽ ഒരുപാട് മുറികൾ ഉണ്ടായിരിക്കണം. ആ പെട്ടകത്തിൽ വെള്ളം കയറാത്ത രീതിയിൽ അകത്തും പുറത്തും കീൽ തേയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടപ്പോൾ നോഹയ്ക്ക് ശ്വാസമുട്ടൽ പോലും വന്നു കാണാൻ സാധ്യതയുണ്ട്. ദൈവം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി അവനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തു. പക്ഷേ അത് അത്ര എളുപ്പമല്ലായിരുന്നു. അവൻ്റെ കുടുംബക്കാർ തന്നെ അവനെ സംശയിച്ചു. ഈ പുള്ളിക്ക് വട്ടായോ? ഈ ഉണങ്ങി വരേണ്ട ഈ സ്ഥലത്തിന് നടുക്ക് ഒരു പെട്ടകം പണിയണോ? എന്താണ്, നിങ്ങൾക്ക് പ്രാന്ത് വല്ലതും പിടിച്ചോ എന്ന് അവൻ്റെ മക്കൾ പോലും ചോദിച്ചു കാണും. അയൽക്കാരെല്ലാവരും അവനെ കളിയാക്കി. എടാ നോഹയെ, നിനക്ക് ശരിക്കും വട്ടായടാ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആരെങ്കിലും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. എന്നാൽ നോഹ ഇതൊന്നും കാര്യമാക്കിയില്ല. ആ സമയത്തും അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി, കാലം അവസാനിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നാൽ രക്ഷപ്പെടും എന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. അവർ പെട്ടകം പണിതുകൊണ്ടേയിരുന്നു. ഈ പണിയെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ ഇത് ശരിക്കും ദൈവം തന്നെയാണോ പറഞ്ഞത് എന്ന് നോഹയുടെ ഭാര്യ നോഹയോട് ചോദിച്ചു. അവൾ നല്ല സംശയത്തോടെയാണ് ചോദിച്ചത്. നോഹ നല്ല ഉറപ്പോടെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന്. നിർമ്മാണത്തിന്റെ അവസാന ദിവസങ്ങളായപ്പോൾ ചക്രവാളത്തിൽ മേഘങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. ദൈവം നോഹയോട് പറഞ്ഞു, നീയും നിന്റെ വീട്ടുകാരും വേഗത്തിൽ പെട്ടകത്തിൽ കയറുക. കാരണം ഇത്രയും വർഷമായിട്ട് പോലും ആകപ്പാട് നീ മാത്രമേ നീതിമാനായിട്ടുള്ളൂ. മാത്രമല്ല, ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 7 ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡിയും, പക്ഷികളുടെ ഓരോ ജാതിയിൽ നിന്നും പൂവനും പെടയനുമായി 7 ജോഡിയും ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഈ വക ജീവനോടെ രക്ഷിക്കാനായിട്ട് നീ പെട്ടകത്തിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. 40 പകലും 40 രാത്രിയും പെയ്യിക്കും. ഞാൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും ഞാൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പറഞ്ഞു. പിന്നീട് വന്ന ദിവസങ്ങളിൽ ഭൂമിയുടെ അറ്റത്ത് നിന്ന് പോലും മൃഗങ്ങൾ നോഹയുടെ അടുത്തേക്ക് എത്തിത്തുടങ്ങി. ആനകൾ, സിംഹങ്ങൾ, മാനുകൾ, എല്ലാ നിറങ്ങളിലും വലിപ്പത്തിലുള്ള പക്ഷികൾ എല്ലാം ഒരു പ്രത്യേക ശക്തിയാൽ നയിക്കപ്പെടുന്നത് പോലെ ഒരൊറ്റ സ്ഥലത്ത് വന്നു ചേർന്നു. മൃഗങ്ങൾ വന്ന് കൂടാൻ തുടങ്ങിയപ്പോൾ തന്നെ വലിയ ബഹളവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് ശാന്തത നിലനിർത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അവസാനം ജോഡി ജോഡിയായ മൃഗങ്ങൾ പെട്ടകത്തിൽ കയറിയപ്പോൾ ആകാശം പെട്ടെന്ന് ഇരുണ്ടു തുടങ്ങി. ആദ്യത്തെ മഴത്തുള്ളികൾ പെയ്തു തുടങ്ങി. അതിനുശേഷം വലിയ മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവരും പെട്ടകത്തിനകത്തോട്ട് വേഗത്തിൽ കയറുക എന്ന് നോഹ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. അവർ വിട്ടേച്ചു പോകുന്ന ഈ സ്ഥലത്തെ അവസാനമായിട്ട് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവർ പെട്ടകത്തിൽ കയറി. വേഗത്തിൽ തന്നെ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ശക്തമായ കാറ്റ് വീശി ഭയങ്കര മഴ വേഗത്തിൽ പെയ്യാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചെറിയ മഴത്തുള്ളികൾ നല്ല വലിപ്പത്തിൽ വീഴാൻ തുടങ്ങി. ആദ്യമായിട്ട് മഴ കണ്ട ആളുകൾ അതിനെ അത്ഭുതത്തോടെ നോക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. നോഹ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ്, നമുക്ക് വേഗത്തിൽ പെട്ടകത്തിനടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരവിടെ എത്തി. ആ പെട്ടകത്തിൽ കയറാനായിട്ട് കതകിന്റെ അടുത്ത് വന്നു നിന്ന് നിലവിളിച്ചു, ഞങ്ങളെയും കൂടെ കയറ്റ്, നോഹ ഡോർ തുറക്കെന്ന് നിലവിളിച്ചു. പക്ഷേ വളരെ വൈകിപ്പോയി. നോഹ വിചാരിച്ചാൽ പോലും ആ ഡോർ തുറക്കാൻ പറ്റൂലായിരുന്നു. കാരണം ഇനി ആരും തന്നെ തുറക്കാതിരിക്കാൻ വേണ്ടി ദൈവം ആ കതക് പുറത്തു നിന്ന് അടച്ചു. എല്ലാ നഗരങ്ങളെയും പർവ്വതങ്ങളെയും വിഴുങ്ങി വെള്ളം വേഗത്തിൽ ഉയർന്നു വന്നു. പുറത്തു നിന്നുണ്ടായിരുന്ന നിലവിളികൾ പതുക്കെ പതുക്കെ മാഞ്ഞുപോയി. പിന്നീട് വെള്ളത്തിന്റെയും ഈ പെട്ടകം അവിടെ ഇവിടെ ഇടിക്കുന്നതിൻ്റെയൊക്കെ അസ്വസ്ഥമായ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പെട്ടകത്തിനകത്തിരുന്ന് പുറത്ത് സംഭവിക്കുന്ന ന്യായവിധിയുടെ ശബ്ദം അവർ കേട്ടു. അവരുടെ ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞു. പക്ഷേ പ്രത്യാശയും മനസ്സിലുണ്ടായിരുന്നു.
ദൈവത്തിന്റെ കണ്ണുകളിൽ അവർക്ക് കൃപ ലഭിച്ചതുകൊണ്ട് ആ കുടുംബം സന്തോഷത്തോടെ നന്ദി പറഞ്ഞു. 40 പകലും 40 രാത്രിയും മഴ നിർത്താതെ പെയ്തു. പെട്ടകം വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടന്നു. ഏറ്റവും അവസാനം ജലപ്രളയം നിന്നു. പെട്ടകം അരരാത്ത് എന്ന പർവ്വതത്തിൽ ഉറച്ചു. നോഹ മുകളിലുണ്ടായിരുന്ന ഒരു ജനാല തുറന്ന് ഒരു പ്രാവിനെ അയച്ചു. അങ്ങനെ 3 പ്രാവശ്യം അയച്ചു. 3ാമത്തെ പ്രാവശ്യം ആ പ്രാവ് തിരിച്ചു വന്നപ്പോൾ അതിന്റെ വായിൽ ഒരു പച്ച ഒലിവില ഉണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം വറ്റി തുടങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. വെള്ളം കുറയുന്നുണ്ട് എന്നുള്ള വാർത്ത ബാക്കി എല്ലാവരോടും പറഞ്ഞ് സന്തോഷിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. രാവിലെ തന്നെ സൂര്യന്റെ വെളിച്ചം ഉണങ്ങിയ ഭൂമിയിൽ വീഴാൻ തുടങ്ങി. നോഹയും കുടുംബവും ഈ പുതിയ ലോകത്തെ കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്നു. ആ സമയത്ത് ദൈവം പറഞ്ഞു, പെട്ടകത്തിൽ നിന്ന് പുറത്തു വാ, നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും നിങ്ങളുടെ കൂടെയുള്ള എല്ലാത്തരം ജീവികളെയും പുറത്തു കൊണ്ടുവാ എന്ന് പറഞ്ഞു. പക്ഷികളും മൃഗങ്ങളും ഭൂമിയിൽ സഞ്ചരിക്കുന്ന എല്ലാ ജീവികളും ഭൂമിയിൽ പെരുകുകയും സന്താനപുഷ്ടിയുള്ളവരാകുകയും എണ്ണത്തിൽ വർദ്ധിക്കുകയും ചെയ്യട്ടെ. ഞാനിനി നിങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യാം. ഇനി ഒരിക്കലും ഞാൻ മനുഷ്യർ കാരണം വെള്ളം കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കില്ല. ഈ ചെയ്തതുപോലെ ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്നതിന് തെളിവായിട്ട് ഞാൻ മേഘങ്ങളിൽ എൻ്റെ വില്ല് വയ്ക്കുന്നു. അത് എനിക്കും ഭൂമിക്കുമിടയിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പ്രതീകമായി ആകാശത്ത് ഒരുപാട് കളറുകളുള്ള ഒരു മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ഉരുവായ മഴവില്ല് നോഹയും കുടുംബവും കണ്ട് സന്തോഷിച്ചു. സൂര്യൻ പുതിയ ഭൂമിയിൽ പ്രകാശിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ജീവൻ ഭൂമിയിൽ തഴച്ചു വളർന്നു. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നോഹ ഒരു മുന്തിരിത്തോട്ടം നടാനായിട്ട് തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. മുന്തിരിവള്ളികൾ വളർന്നു ഫലം കായ്ച്ചു. ഭൂമിയിലെ ഈ പുതിയ ജീവിതം ആഘോഷിക്കാൻ ആഗ്രഹിച്ച നോഹ ആ മുന്തിരി കൊണ്ട് ഒരു വീഞ്ഞുണ്ടാക്കി. ഒരു ദിവസം നന്നായിട്ട് ജോലി ചെയ്ത് മടുത്തു വന്നപ്പോൾ നോഹ ഉണ്ടാക്കി വെച്ചിരുന്ന ആ വീഞ്ഞിൽ നിന്ന് കുടിച്ചത് അല്പം കൂടിപ്പോയി. അതുകൊണ്ട് താൻ എന്ത് ചെയ്യുന്നു എന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. നോഹ അറിയാതെ അവന്റെ കൂടാരത്തിന് മുമ്പിൽ തന്നെ കിടന്നു. തുണി ഊരിപ്പോയത് പോലും അവൻ അറിഞ്ഞില്ല. ഈ സമയത്ത് ഹാം അപ്പന്റെ കൂടാരത്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ കൂടാരത്തിന് മുമ്പിൽ തന്നെ അപ്പൻ ഇങ്ങനെ കിടക്കുന്നത് അവൻ കണ്ടു. ഇത് കണ്ടപ്പോൾ അവന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഉടൻ തന്നെ അവന്റെ സഹോദരന്മാരുടെ അടുത്ത് പോയി പറഞ്ഞു, എടാ ഇത് കണ്ടോ, അപ്പൻ അടിച്ച് ഫിറ്റായി തുണി പോലും ഇല്ലാതെയാണ് അവിടെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. ഹാം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഷേം യാഫത്ത് 2 പേർക്കും ദേഷ്യം വന്നു. ഈ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞവനെ വഴക്ക് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. അവർ 2 പേരും ഒരു പുതപ്പെടുത്തുകൊണ്ട് അപ്പന്റെ നഗ്നത കാണാത്ത രീതിയിൽ തിരിഞ്ഞുപോയി അപ്പനെ പുതച്ചു. പിറ്റേന്ന് രാവിലെയാണ് നോഹ ഉണർന്നത്. രാവിലെ ഹാങ് ഓവറൊക്കെ മാറിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ദേഷ്യം വന്ന നോഹ ഹാമിന്റെ അടുത്ത് ചോദിച്ചു, ഡാ നീ എന്നാ പരിപാടിയാടോ പോയി കാണിച്ചത്, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടെ ചോദിച്ചു. എന്നിട്ട് ആ ദേഷ്യത്തിൽ അവനെ ശപിച്ചു. കാനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ അവന്റെ സഹോദരന്മാർക്ക് ദാസന്മാരായിരിക്കുമെന്ന് ശപിച്ചു. പിന്നെ നോഹ തന്റെ കുറവിനെ മറച്ച ഷേം യാഫത്തിനെ സ്നേഹത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഷേമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെടട്ടെ, കാനാൻ അവന്റെ ദാസന്മാരാകും. ദൈവം യാഫത്തിനെ അനുഗ്രഹിക്കട്ടെ, അവൻ ഷേമിന്റെ കൂടാരങ്ങളിൽ വസിക്കട്ടെ, കാനാൻ അവന്റെ ദാസന്മാരാകട്ടെ എന്ന്. നോഹ ജലപ്രളയമൊക്കെ അതിജീവിക്കുന്ന രീതിയിൽ നീതിമാനായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ അവനും ഒരു മനുഷ്യനല്ലേ, അറിയാതെ ഒരു കയ്യബദ്ധം സംഭവിച്ചു. അങ്ങനെ കാലം കടന്നുപോയി. ഭൂമി പുതിയ ജീവൻ കൊണ്ട് നിറയാൻ തുടങ്ങി. ജലപ്രളയത്തിന് ശേഷം നോഹ തന്റെ മക്കളും കൊച്ചുമക്കളും പുതിയൊരു ലോകത്തിൽ നന്നായിട്ട് വളരുന്നത് അവൻ കണ്ടു. അവന്റെ 3 പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവർ വ്യത്യസ്ത ജനതകളുടെ പൂർവികരായി മാറി. അവരുടെ സന്തതികൾ ഭൂമിയിൽ എല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങി. അപ്പൻ അനുഗ്രഹിച്ച ഷേം എബ്രായർ ഉൾപ്പെടെയുള്ള സെമിറ്റിക് ജനത്തിന്റെ പൂർവികനായി മാറി. ഹാമിനെ ശപിച്ചിട്ട് പോലും അവന്റെ മകനായ കനാന്റെ സന്തതി പെരുകുന്നത് അവൻ കണ്ടു. അവൻ ആഫ്രിക്കൻ, ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ പിതാവായി മാറി. ഇളയവനായ യാഫത്തിന്റെ സന്തതികൾ വടക്കും പടിഞ്ഞാറും വ്യാപിക്കുന്നത് അവൻ കണ്ടു. അവന്റെ പുത്രന്മാർ യൂറോപ്യൻ, ഏഷ്യൻ രാഷ്ട്രങ്ങൾ സ്ഥാപിച്ചു. നോഹ സമാധാനത്തോടെ ജീവിച്ചു. ജലപ്രളയത്തിന് ശേഷം 350 വർഷം, അതായത് മൊത്തത്തിൽ ഏകദേശം 950 വർഷം അവൻ ജീവിച്ചു. നോഹ ലോകമിട്ട് പോകാറായപ്പോൾ മക്കൾ എല്ലാവരും വന്ന് അവന് ചുറ്റും നിന്നു. അവസാനം ഒരു നീതിമാൻ മരിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവും പഠിപ്പിക്കലുകളും എന്നേക്കും നിലനിൽക്കുമെന്ന് ഷേം വികാരഭരിതനായി പറഞ്ഞു. നോഹയുടെ പുത്രന്മാരിലൂടെ ദൈവം ഭൂമിയെ വീണ്ടും നിറച്ചു. അവർ പെരുകാൻ തുടങ്ങി. എല്ലാവരും സംസാരിക്കുന്നത് ഒരേ ഭാഷയായിരുന്നു, ഒരേ രീതിയിലുമായിരുന്നു. ഷിനാർ ദേശത്ത് ഒരു സമതല ഭൂമി കണ്ടെത്തി അവിടെ സ്ഥിരതാമസമാക്കി. അവിടെ ഉണ്ടായിരുന്നവർ ഒരു പ്ലാൻ ചെയ്തു, നമുക്കൊരു വലിയ നഗരം പണിയാം, എന്നിട്ട് സ്വർഗത്തോളം എത്തുന്ന രീതിയിലുള്ള ഒരു വലിയ ഗോപുരവും പണിയാം. അങ്ങനെ ചെയ്താൽ നമുക്ക് വലിയൊരു പേരുണ്ടാകും, നമ്മുടെ ആളുകളും പല സ്ഥലത്തേക്ക് ചിതറിപ്പോകത്തില്ല എന്ന് പറഞ്ഞ് വലിയ പ്ലാൻ ചെയ്തു. നിമ്രോദ് അവർക്ക് രാജാവായി.
പദ്ധതി വേഗത്തിൽ പുരോഗമിച്ചു. ഇഷ്ടികകൾ അടുക്കിയടുക്കി വെച്ച് ഗോപുരം ആകാശത്തേക്ക് ഗംഭീരമായി ഉയർന്നു തുടങ്ങി. പണി വേഗത്തിൽ നടക്കട്ടെ എന്ന് നിമ്രോദ് കൽപ്പിച്ചു. ദൈവം ഇത് സ്വർഗത്തിൽ നിന്ന് കണ്ടു. ആഹാ, ഒരേ ജനത, എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ്. ഇങ്ങനെ പോയാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും സാധ്യമാകും എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബഹളം നിലച്ചു. ഇഷ്ടിക ചോദിച്ചാൽ പോലും കൂടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി. എടാ, ആ സാധനം എടുത്ത് ഇവിടെ വെക്ക്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. നിമ്രോദ് ഇതെല്ലാം കണ്ട് ഞെട്ടിപ്പോയി. അവനും പല കാര്യങ്ങളെല്ലാം കൽപ്പിച്ചു. പക്ഷെ കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളവർക്ക് ഒന്നും മനസ്സിലാകാതെ എന്നാ ചെയ്യാനാ? ബാബേൽ ഗോപുരം മുഴുവൻ തമ്മിലടിയും ബഹളവും കൊണ്ട് നിറഞ്ഞു. ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം മാറി. എല്ലാം തകിടം മറിഞ്ഞു. ഏറ്റവും ഉച്ച സുഹൃത്തുക്കൾ പോലും സംസാരിക്കുന്നത് തമ്മിൽ മനസ്സിലാകുന്നില്ലായിരുന്നു. രാജാവായ നിമ്രോദ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നവർ നിലവിളിച്ചു. പക്ഷേ ഇതിനകത്ത് നിമ്രോദിന് എന്ത് ചെയ്യാനാ? ഇത് ദൈവത്തിന്റെ ശിക്ഷയാണ് എന്ന് ഭയത്തോടെ പലരും നിലവിളിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ജനം പിരിയാൻ തുടങ്ങി. മഹത്തായ ആ ബാബേൽ ഗോപുരത്തിന്റെ പണി ഉപേക്ഷിക്കപ്പെട്ടു. ഉൽപ്പത്തി 2 ഭാഗം ഉടൻ തന്നെ വരുന്നു.